ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ പേപ്പർ 1-ലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞ ഏരിയയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണിത്. എ മാൻ ഡെപ്പോസിറ്റഡ് സം എമൗണ്ട് ഓഫ് മണി ഇൻ എ ബാങ്ക് അറ്റ് സം സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് of interest for 3 years. Had he deposited the money at 2% higher rate of interest, he would have fetched rupees 360 more. Find the amount deposited in the bank. Okay. ഇപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഇത് നമുക്ക് ഒരു എക്സാമിന് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ച ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? I equal to PNR പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതും I is equal to PNR by 100 അല്ലെ. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. I is equal to PNR by 100. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് I. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാൽ റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ മതി നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ ഒരെണ്ണം കൂടെ, അതായത് ഇൻട്രസ്റ്റ് ഇത് ഇനി നമ്മളിപ്പോ ഒരു ബാങ്കിൽ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ, നമ്മൾ 1 lakh rupees ലോൺ എടുത്താൽ നമ്മൾ 3 വർഷത്തേക്ക് എടുത്തു. നമ്മൾ 3 വർഷം എന്താ തിരിച്ചടയ്ക്കുന്നത്? പ്രിൻസിപ്പിളും അടയ്ക്കണം, അതേപോലെ തന്നെ ഇൻട്രസ്റ്റും അടയ്ക്കണം. അതിനെ നമ്മൾ ഫൈനൽ എമൗണ്ട് എന്ന് പറയും. അതായത് എമൗണ്ട് A ഈക്വൽ ടു പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ മതി സിമ്പിൾ ഇൻട്രസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇതിൽ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ഒരു വർഷം, നമുക്കിപ്പം 2 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന പലിശ 20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് 10 ആണെന്ന് വിചാരിക്കുക. 3 വർഷമാണെങ്കിൽ ഇൻട്രസ്റ്റ് 30 അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വർഷവും സെയിം ആണ്. ആദ്യത്തെ വർഷം 10, രണ്ടാമത്തെ വർഷവും 10 കിട്ടും, അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 20 അല്ലെ. 3 വർഷം ആകുമ്പോഴത്തേക്ക് മൂന്നാമത്തെ വർഷവും 10 കിട്ടി, അങ്ങനെ 3 വർഷവും കൂടെ ചേർത്ത് 30, അങ്ങനെ പോകുന്നെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 10 ആണെങ്കിൽ 2 വർഷം ആകുമ്പോൾ അത് 20 ആവും, 3 വർഷം ആകുമ്പോൾ അത് 30 ആവും. നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ 1 വർഷത്തെ അല്ലേ, ഇവിടെ നമ്മൾ റേറ്റോ അല്ലെങ്കിൽ വർഷമോ കൂടിയാൽ, അതായത് ഒരു വർഷത്തത് 10, ഇവിടെ 2 വർഷം കൂടി അത് 3 വർഷമായി അല്ലെ. 2 വർഷം ഇവിടെ കൂടി, 2 വർഷം കൂടി, അപ്പം ഇൻട്രസ്റ്റിൽ എന്താ കൂടിയത്? 2 വർഷത്തെ പലിശ എന്താണോ അതാ കൂടിയത്. അതേപോലെ തന്നെ റേറ്റും. ഇപ്പൊ നമുക്ക് 2% പലിശയിൽ ഇടുമ്പോൾ നമുക്ക് 20 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി 4% ആയാലോ, അതായത് 2% വർധന ഉണ്ടാകുമ്പോൾ എത്ര ശതമാനം വർധന വന്നോ അത്രയും ശതമാനത്തിന് കിട്ടുന്നതാണ് അവിടെ ഇൻക്രീസ് ആവുന്നത്. ക്ലിയർ ആണോ? അതേപോലെ ആ ഒരു കൺസെപ്റ്റ് വർഷമാണെങ്കിലും റേറ്റ് ആണെങ്കിലും അതേ കൺസെപ്റ്റ് തന്നെ മനസ്സിലായി. ഇവിടെ വർഷം കൂടിയെന്ന് പറഞ്ഞപ്പോഴും എന്താണ്? 2 വർഷം കൂടിയാൽ ആ 2 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന പലിശയാണ് അവിടെ കൂടുന്നത്. ഇനി 2% റേറ്റ് കൂടിയാൽ 2% എത്ര രൂപ കിട്ടുമോ അതാണ് അവിടെ ഇൻട്രസ്റ്റിൽ കൂടുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരാള് എത്രയോ ഒരു തുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഫോർ 3 years, 3 വർഷത്തേക്ക്. ഹാഡ് ഹി ഡെപ്പോസിറ്റഡ് ദ മണി 2% ഹയർ റേറ്റ്, 2% പലിശ കൂട്ടിയിട്ടിരുന്നെങ്കിൽ he would have fetched rupees 360 more, 360 രൂപ കൂടുതൽ കിട്ടിയേനെ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 2% കിട്ടുന്ന പലിശയാണ് 360, അതാണ് കൂടുന്നത് അല്ലെ. ഈ പറയുന്ന തുക നമ്മൾ 2% ഈ പറയുന്ന 3 വർഷത്തേക്ക് ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ആ 360, അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ I is equal to PNR നമ്മൾ അത് ഇട്ട് കൊടുത്താൽ മതി. ഐയുടെ സ്ഥാനത്ത് എത്രയാണ്? 360. P നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. N എത്രയാണ്? 3 വർഷം. റേറ്റ് എത്രയാണ്? 2% അല്ലെ. 2% കൂട്ടിയിട്ടാൽ 360 കൂടുതൽ കിട്ടും. എന്ന് വെച്ചാൽ ഈ 2%-ന് 3 വർഷത്തേക്ക് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഇടുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ആ 360 എന്ന് പറയുന്നത് അല്ലെ. ഇത് സോൾവ് ചെയ്താൽ പോരായോ? ക്ലിയർ ആണോ? 360 ഈക്വൽ ടു P into 3 into 2 by 100. സോൾവ് ചെയ്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 360 into 100 ഈക്വൽ ടു P into 3 into 2, 6. Okay, so P will be equal to 360 into 100 by 6. It is 60 into 100. It is 6,000. Option D, 6,000 rupees. Clear ആണോ? Next question.
If the simple interest on rupees 2000 increased by rupees 40 when the rate person increased by 2% per annum, find the time. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ അതേ മോഡൽ, നേരത്തെ ക്വസ്റ്റ്യൻ അത് ഒരു വർഷം ചോദിച്ചാണ്, അതേ മോഡലിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. നേരത്തെ നമ്മളോട് എന്താണ് സം ആണ് ചോദിച്ചത്, ഇവിടെ എന്താണ് ടൈം ആണ് ചോദിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു 2000 rupees ഒരാൾ ഒരു ബാങ്കിൽ ഇട്ടാൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 2% ഹയർ റേറ്റിൽ ഇട്ടാൽ 40 rupees കൂടുതൽ കിട്ടും എന്ന് വെച്ചാൽ 2000 rupees 2% ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ആ 40 അല്ലെ. സോ I is equal to PNR ആ വാല്യൂസ് ഇട്ട് കൊടുത്ത് n കണ്ടുപിടിച്ചാൽ പോരെയോ. സോൾവ് ചെയ്തേ. I is equal to PNR by 100. ഐയുടെ സ്ഥാനത്ത് എത്രയാണ് 40 ഈക്വൽ ടു P എത്രയാണ് 2000 ഇൻറ്റു n ഇൻറ്റു ആറിന്റെ വാല്യൂ 2 by 100. ക്ലിയർ ആണോ? സീറോസ് കട്ട് ചെയ്യാം. സോൾവ് ചെയ്താൽ 40 ഈക്വൽ ടു 40 ഇൻറ്റു n, ദറ്റ് ഇസ് n ഈക്വൽ ടു 1 year. എന്തൊരു ആൻസർ? ഓപ്ഷൻ സി 1 year. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. A man A can do a piece of work in 8 days and another man B can do the same work in 10 days. How long should it take both A and B working together but independently? Okay, ടൈം ആൻഡ് വർക്കിൽ എന്താ A ഒരു ജോലി ചെയ്യാൻ 8 days വേണം, B എന്ന് പറഞ്ഞ ഒരാൾക്ക് ജോലി ചെയ്യാൻ 10 days വേണം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു വർക്കിനെ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 8 days വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? ആ 1/8 ആയിരിക്കും അല്ലെ. 1 വർക്കാണ് ചെയ്യുന്നത്, ആ 1 വർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എത്ര ആയിരിക്കും? 1/8. ഈ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നതാണ് അവരുടെ എഫിഷ്യൻസി. 1 days വർക്ക്, അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവരുടെ ഓരോ കഴിവ്, അതായത് എയുടെ കഴിവാണ് ഒരു ദിവസം ചെയ്യാനുള്ളത്. അതേ ഇൻറ്റു എത്ര ദിവസം ചെയ്യുന്നു അതാണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുക. എക്ക് ഒരു ജോലി ചെയ്യാൻ 8 days വേണമെങ്കിൽ എയുടെ 1 days വർക്ക്, ഒരു ദിവസം എക്ക് ചെയ്യാവുന്ന ജോലി എന്ന് വെച്ചാൽ അതിനെ 1/8, അതായത് റെസിപ്രോക്കൽ എടുത്ത് പറയുക. തിരിച്ചും നമുക്ക് പറയാം, എക്ക് ഒരു ദിവസം ചെയ്യാൻ 1/8 ആണെങ്കിൽ എ ആ ഫുൾ ജോലി ചെയ്യാൻ എത്ര ദിവസം എന്ന് വെച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 8 days. ക്ലിയർ അല്ലേ? 1/8 എന്നാണ്. ഒരു ദിവസം 1/8 വർക്ക് ചെയ്യാമെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ എത്ര ദിവസം ചോദിച്ചാൽ എത്രയാണ്? 8 എടുക്കുക അല്ലെ. ജസ്റ്റ് അതിന്റെ റെസിപ്രോക്കൽ, അതായത് 1 days വർക്കിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് വർക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യുന്ന കേസിലാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ എയുടെ 1 days വർക്ക് അപ്പൊ 1/8. ബിയുടെ 1 days വർക്ക് എത്രയാണ്? ബിക്ക് ഒരു ജോലി ചെയ്യാൻ 10 days വേണം എന്നാ പറഞ്ഞത്. അപ്പൊ ബിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞത് 1/10 ആണ്. അങ്ങനാണെങ്കിൽ നമുക്ക് ചോദ്യം ഇങ്ങനെ, എയും ബിയും എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ഫിനിഷ് ചെയ്യുന്നതെന്നാ. എ ഒരു ദിവസം ചെയ്യാൻ 1/8ഉം ബി ഒരു ദിവസം ചെയ്യുന്നത് 1/10 ആണെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം എന്ത് വർക്കാ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചുകൂടായോ? എ ആൻഡ് ബി ടുഗദർ 1 days വർക്ക് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ പോരായോ? എ ചെയ്യുന്നത് ഒരു ദിവസം 1/8, ബി ചെയ്യുന്നത് ഒരു ദിവസം 1/10. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് എന്തായിരിക്കും? 1/8 + 1/10 ആണ്. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ LCM എടുത്തോ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 10 + 8/80, ദാറ്റ് ഈസ് 18/80. 2 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ 9/40. അപ്പൊ 9/40 വർക്കാണ് എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എയുടെ ഒരു ദിവസം ജോലി 1/8 ആണെങ്കിൽ എ ഫുൾ ജോലി ചെയ്ത് തീർക്കാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 8 days കിട്ടും. അതേപോലെ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്കാണ് 9/40. അങ്ങനാണെങ്കിൽ എ ആൻഡ് ബിയുടെ ക്യാൻ ഫിനിഷ് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 40/9 days ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്, അപ്പൊ അത് ആക്കുക. ഓക്കെ, ഈ 9 വരുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ, അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 4 × 9 36 + 4 40/9 അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പം ഇവിടെ 4 വരും അല്ലെ. 36 4. ആൻസർ ആദ്യം എഴുതുക, കോഷ്യന്റ് ആദ്യം എഴുതുക, റിമൈൻഡർ എഴുതുക, ദെൻ ഡിവൈസർ. That is
4 റിമൈൻഡർ 4/9 4/9 ഡേയ്സ്. അത്രയും ദിവസമാണ് എയും ബിയും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഈ ജോലി ഫിനിഷ് ആവുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പൊ ഒരു ഫുൾ വർക്ക് ചെയ്യാനുള്ള ടൈം തന്നാൽ 1 ഡേയുടെ വർക്ക് കണ്ടുപിടിക്കുക, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അങ്ങനെ രണ്ടുപേരുടെയും 1 days വർക്ക് കിട്ടി, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അവർ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ ഒരു ഫുൾ വർക്ക് തീരാൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് കിട്ടുന്നു. ക്ലിയർ അല്ലേ? അതേ മോഡലിലുള്ള 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. നോക്കിയേ, A and B together can do a piece of work in 20 days. A alone can do it in 30 days. The time in which B alone can do it. എയും ബിയും കൂടെ ഒരുമിച്ച് ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു ഫുൾ വർക്ക് ചെയ്യാനായിട്ട് 20 days വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എയുടെയും ബിയുടെയും 1 days വർക്ക് നമുക്ക് എഴുതാം. എത്ര കിട്ടും? ഒരു ഫുൾ വർക്ക് ചെയ്യാൻ 20 days എടുക്കുമെങ്കിൽ 1 daysലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 1/20. ക്ലിയർ അല്ലേ? എ alone can do it in 30 days. എ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് 30 days വേണം. അങ്ങനെയാണെങ്കിൽ എയുടെ 1 days വർക്ക് എത്ര? എയുടെ 1 days വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര വരും? റെസിപ്രോക്കൽ എടുത്താൽ മതി 1/30. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിയുടെ ഒറ്റയ്ക്കുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. ബിയുടെ 1 days വർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് ബിയുടെ ഫുൾ വർക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയുടെയും ബിയുടെയും കൂടെ 1 days വർക്ക് എന്ന് വെച്ചാൽ 1/20 ആ അല്ലെ. അതില് എയുടെ 1 days വർക്ക് 1/30 ആന്ന് നമുക്കറിയാം. സോ 1/30 പ്ലസ് ബിയുടെ 1 days വർക്ക് അതും കൂടെ ചേർത്ത് 20. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ 1 days വർക്ക് കിട്ടും അല്ലെ. സോ ബി വിൽ ബി ഈക്വൽ ടു 1/20. ഈ ടൈം ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവുമല്ലോ, -1/30. ഓക്കെ, സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 30 - 20/30 × 20 600. സോ ബിയുടെ 1 days വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 10/600, that is 1/60 എന്ന് കിട്ടും അല്ലെ. 1 days വർക്ക്. അങ്ങനെയാണെങ്കിൽ ബി ഫുൾ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുത്തു? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ലെ. ബിയുടെ ഫുൾ വർക്ക് ചെയ്യാനുള്ള അല്ലെ ടൈം, ബിയുടെ ടൈം ഫോർ എന്താണ്? ബി അലോൺ, ദ ടൈം ഇൻ വിച്ച് ബി അലോൺ ക്യാൻ ഡു ദാറ്റ് വർക്ക് അല്ലെ. എത്ര വരും? 60/1, that is 60 days. ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 60 days. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. അപ്പോൾ അടുത്ത ജൂൺ മാസത്തിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലോങ് ബാച്ച് നമ്മൾ ഇവിടെ അഡ്മിഷൻ അതിന്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ജൂണിലേക്ക് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ, അതായത് അതിന് സമയം കളയരുത്, ഇപ്പോൾ തന്നെ. ഇനി അത് കുറച്ച് മാസങ്ങളുള്ള നമ്മളിപ്പോൾ ഈ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് December 31 തൊട്ട് January 7 വരെയാണ് അല്ലെ. അപ്പോൾ ആ എക്സാം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് എല്ലാം പെട്ടെന്ന് വരും. അതേപോലെ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ ഒട്ടും സമയം കളയരുത്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ സിലബസ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു പോയാൽ എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടും ഡിലേ ആവരുത്. അതായത് ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്, ഇപ്പോൾ തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ആ ഒരു ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A and B can complete a work in 10 days. B and C can complete it in 12 days. C and A can do it in 15 days. A alone can complete the work in how many days? എന്താണ്? എയും ബിയും ഒരുമിച്ച് ചെയ്യാനായിട്ട് 10 days എടുക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അടുത്ത പറഞ്ഞ B and C can complete it in 12 days. അതേപോലെ തന്നെ C and A can do it in 15 days. അങ്ങനെയാണെങ്കിൽ A alone can complete that work in how many days? എന്താണ്? A and B can complete a work in 10 days. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ 1 days വർക്ക് എന്ന് വെച്ചാൽ എത്രയാണ്? 1/10 അല്ലെ. അതേപോലെ തന്നെ ബിയുടെയും സിയുടെയും കൂടെ 1 days വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 days എന്ന് പറഞ്ഞു 1/12. അങ്ങനെയാണെങ്കിൽ സിയുടെയും എയുടെയും കൂടെ 1 days വർക്ക് എത്രയാണ്? 15 days ആണ്. ദാറ്റ് ഈസ് 1/15. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ട എന്താ? A alone can complete that work in how many days എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
എയുടെ 1 days വർക്ക് കണ്ടുപിടിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നതായിരിക്കും ആൻസർ അല്ലെ. എയുടെ 1 days വർക്ക്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് A+Bയുടെ 1 days വർക്ക് ഉണ്ട്, B ആൻഡ് Cയുടെ 1 days വർക്ക് ഉണ്ട്, C ആൻഡ് Aയുടെ 1 days വർക്ക് ഉണ്ട് അല്ലെ. അതിൽ നിന്ന് എയുടെ 1 days വർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഈ 3 ഇക്വേഷനും കൂടെ ഇത് നമ്മൾ 3 ആയിട്ട് കരുതാം. ഇത് 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ ഒരു സൈഡ് ആഡ് ചെയ്താൽ 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഉണ്ട്. അപ്പൊ 2 into A plus B plus C എന്ന് പറഞ്ഞത് ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം അല്ലെ. 1/10 plus 1/12 plus 1/50. ഇതേപോലെ നേരത്തെ 2 എണ്ണമാണെങ്കിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യും അല്ലെ. 3 ഫ്രാക്ഷൻസ് വന്നാൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ LCM എടുത്തിട്ട് ചെയ്യുക. 10, 12, 15. LCM എടുത്തേ. ദാറ്റ് ഈസ് 2 എടുത്താൽ ഇവിടെ 5, ഇവിടെ 6, ഇത് 15. 5 എടുക്കുവാണെങ്കിൽ 1, 6, 3. ദെൻ 3 എടുത്താൽ 1, 2, 1. ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും LCM എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് ഈസ് 10, 60. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്താണ്? LCM നമുക്ക് 60 വന്നു. ഇനി അത് സോൾവ് ചെയ്യാം. 60 ആക്കുക എന്ന് വെച്ചാൽ എന്താ? ഈ ഡിനോമിനേറ്ററിനെ 60 ആക്കണമെങ്കിൽ 10നെ 60 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ? 6 കൊണ്ട് മൾട്ടിപ്ലൈ. മേളിലും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ. അപ്പൊ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/60 പ്ലസ് 12നെ 60 ആക്കണമെങ്കിൽ ഇൻറ്റു 5 അല്ലെ. 5/60 പ്ലസ് 15നെ 60 ആക്കണമെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം അല്ലെ. അപ്പൊ മേളിൽ 4/60 അല്ലെ. അപ്പൊ എന്ത് വരും? 6 plus 5, 11, 11 plus 4, 15. 15/60 എന്ന് കിട്ടും. എന്താണിത്? എന്താണ്? 2 into A plus B plus C ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ A plus B plus C എന്ന് പറയുമ്പോൾ എന്താണ്? by 2 ചെയ്താൽ മതി അല്ലെ. A plus B plus C എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 15/60 into 2. ഓക്കെ. ഇവിടെ ചെയ്യുമ്പോൾ എന്താ? ഇവിടെ ഇതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ 15 ഇതിന് 4, that is 1/8. അതായത് A plus B plus C യുടെ 1 days വർക്ക്. A plus B plus C ആണ് 1/8. എന്നാൽ ഇത് 1 days വർക്കല്ലേ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ A plus B plus C's 1 days വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് 1/8 എന്ന് കിട്ടും അല്ലെ. ക്ലിയർ ആണോ? ഇനി ഇതായിരുന്നു ചോദ്യമെങ്കിൽ, അതായത് ഫൈൻഡ് ദ ടൈം ഫോർ A, B ആൻഡ് C ടുഗദർ ക്യാൻ ഡു ദാറ്റ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് 8 എന്ന ആൻസർ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് അതല്ല. നമുക്ക് വേണ്ടത് A ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ടൈമാണ് വേണ്ടത്. അതായത് Aയുടെ 1 days വർക്ക് വേണം. ഓക്കെ. അതെങ്ങനെ ചെയ്യാം? A plus B plus Cയുടെ 1 days വർക്ക് 1/8 എന്നുണ്ട്. അതേപോലെ തന്നെ B plus Cയുടെ 1 day വർക്ക് 1/12 എന്നും നമ്മുടെ കയ്യിലുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A കിട്ടത്തില്ലേ? എയും ബിയും സിയും കൂടെ ചേർന്ന് 1/8. ഈ ബിയും സിയും കൂടെ ഉള്ള 1 days വർക്ക് എത്രയാണ്? 1/12. അത് ചെയ്താൽ പോരായോ? സോ A plus 1/12, B plus Cയുടേത് 1/12 ഈക്വൽ ടു 1/8. ഓക്കെ. സോൾവ് ചെയ്ത് A ഈക്വൽ ടു 1/8 മൈനസ് 1/12. സോൾവ് ചെയ്ത് 12 മൈനസ് 8 ബൈ, ഇനി അത് നിങ്ങൾക്ക് നേരത്തെ പോലെ LCM എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 8 ഉം 12 ഉം 24 മാറ്റിയാൽ മതി. അല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. 12 മൈനസ് 8/12 ഇൻറ്റു 8 16 96. ഓക്കെ. 12 മൈനസ് 8 എത്രയാണ്? 4/96. അപ്പോൾ എത്ര വരും? 1/24. ഓക്കെ. അപ്പൊ എയുടെ 1 days വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/24. അങ്ങനെയാണെങ്കിൽ എയുടെ ഫുൾ വർക്ക് ചെയ്യാനുള്ള ടൈം എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലെ. എ ക്യാൻ ഡു ദാറ്റ് ഫുൾ വർക്ക് ഇൻ, എയുടെ ടൈം എന്ത് വരും? 24 days. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 24. അപ്പൊ ഈ 2 രീതിയിൽ ഇതേ ചോദ്യം ചോദിക്കാം. ഇത്രയും ഡേറ്റ ഇവിടം വരെ തന്നിട്ട് നമ്മളോട് A alone can do the work 2 രീതിയിൽ അല്ലാതെ കൂടുതൽ A alone can do the work നമ്മൾ ചോദിച്ചു അല്ലെ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി B alone ആയിരുന്നെങ്കിലോ? ഈ A plus B plus Cയുടെ 1 days വർക്ക് 1/8. B കണ്ടുപിടിക്കണമെങ്കിൽ എയുടെയും സിയുടേതും കൂടി ഇട്ട് കൊടുക്കുക. സിയെ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എയുടേതും ബിയുടേതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ എയുടെ 1 days വർക്ക് കിട്ടും, ബിയുടെ 1 days വർക്ക് കിട്ടും, സിയുടെയും 1 days വർക്ക് കിട്ടും. അതേപോലെ തന്നെ A, B, C ടുഗദർ ക്യാൻ ഡു ദാറ്റ് വർക്ക് എന്നാ ചോദിക്കുന്നെങ്കിൽ ഇവിടം വരെ മതി. A, B, C 1 days വർക്ക് 1/8. സോ അവർക്ക് ഫുള്ള് ചെയ്യാനുള്ള സമയത്ത് അതിന്റെ റെസിപ്രോക്കൽ 8 days. ക്ലിയർ അല്ലേ? അപ്പൊ ആ എല്ലാ രീതിയിലും ഇതേപോലെ ചോദ്യം ചോദിക്കും. ക്ലിയർ ആണല്ലോ?
അടുത്തത് റീസണിങ് ഏരിയ. നമ്മുടെ റീസണിങ് ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ളതാണ്. അതായത് എന്താണ്, ലെറ്റേഴ്സിന് ഒരു വേർഡിനെ നമ്പർ വെച്ച് കോഡ് ചെയ്തേക്കുക. അപ്പൊ ലെറ്റർ കോഡിങ്ങിനകത്ത് വരുന്ന ചോദ്യമാണിത്. നോക്കിയേ, ഇഫ് കോൺസ്റ്റബിൾ ഈസ് കോഡഡ് ആസ് 91 then സ്റ്റേബിൾ ഈസ് കോഡഡ് ആസ് 59 then പോർട്ടബിൾ ഷാൽ ബി കോഡഡ് ആസ്. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു നമ്പറിന് ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്പറിന്റെ സമ്മായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ, എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് എഴുതി അതിന്റെ നമ്പേഴ്സും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഈ ലെറ്റേഴ്സും നമ്പേഴ്സും എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിന് നമ്പേഴ്സ് കിട്ടും. അല്ല ഈ എ തൊട്ട് ഇസഡ് വരെ എഴുതിയാൽ ഈ ലെറ്റർ കോഡിംഗ് ഉണ്ട്. അതായത് ലെറ്റേഴ്സിനെ മറ്റൊരു ലെറ്റർ വെച്ച് ചെയ്യുന്നു. അതായത് ഇവിടെ ഉള്ള ലെറ്റേഴ്സിന്റെ +2 +3 -1 +1 അങ്ങനെയൊക്കെ. അപ്പൊ അത് നമുക്ക് ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ ലെറ്റേഴ്സിന്റെ നമ്പറുകൾ കാണാൻ പഠിച്ചേക്കണം. അതിലും എളുപ്പം ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, കോൺസ്റ്റബിൾ ഈസ് കോൾഡ് ആസ് 91. അപ്പൊ സി എന്ന് പറയുമ്പോൾ 3 പ്ലസ് O എന്ന് പറയുമ്പോൾ 15 പ്ലസ് N എന്ന് പറയുമ്പോൾ 14 പ്ലസ് S എന്ന് പറഞ്ഞാൽ 19 T 20 A 1 B 2 L 12 E 5. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ, ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 91 എന്നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ സ്റ്റേബിൾ എന്ന് പറഞ്ഞതിന്റെ ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് എടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയേ 59 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചില കേസിൽ നോക്കിയാണ് നിങ്ങളത് ഒരു ട്രയൽ ആൻഡ് എറർ പോലെ നമ്മൾ ഇത് ചെയ്ത് നോക്കുന്നു. ചിലപ്പോൾ ഇതിന്റെ ഈ സം എടുക്കുന്നു, അതിന്റെ ഹാഫ് ആയിട്ടായിരിക്കും കോഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്പർ എടുക്കുന്നു, അതിന്റെ ഒരു 2 ടൈംസ് ആയിട്ടായിരിക്കും കോഡ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് അന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാം. ഇനി പോർട്ടബിൾ എന്നുള്ള കോഡിനെ എങ്ങനെയാണ് ചെയ്തത് അപ്പൊ നമുക്ക് മനസ്സിലായി. ഇതിന്റെ അതാത് നമ്പേഴ്സ് എടുത്ത് അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ആൻസർ അല്ലെ. സോ പോർട്ടബിൾ എന്ന് പറയുമ്പോൾ ഏതാ, 16 പ്ലസ് 15 പ്ലസ് 6 18 പ്ലസ് ടി എന്ന് പറയുന്നത് 20 പ്ലസ് A1 B2 L എന്ന് പറയുമ്പോൾ ദാണ്ട് നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത്. അപ്പൊ ഇത്രയും നേരത്തെ ഇത് ആഡ് ചെയ്തത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കാവുന്നേ ഉള്ളൂ അല്ലെ. L എന്ന് പറഞ്ഞാൽ 12, E എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഇത്രയും കൂടെ ആഡ് ചെയ്ത് നോക്കിയേ. ഇത് 31, ഇത് 38, 3 17 20 പ്ലസ് 58 58 31 89. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 89 വരും. സോ പോർട്ടബിളിന്റെ കോഡ് നമ്മുടെ ഓപ്ഷൻ എ 89. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. സീരീസ് ആണ് അല്ലെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞല്ലോ സീരീസിന്റെ അത് പഠിച്ചിരിക്കാൻ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഡിഫറൻസ് എടുപ്പോൾ ഇവിടെ നിങ്ങൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ, നല്ല വ്യത്യാസം. അതിന്റെ അർത്ഥം ഇത് എന്തോ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തോ പവർ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാവും. അപ്പൊ ഡിഫറൻസ് വലിയ വ്യത്യാസത്തിലല്ലെങ്കിൽ എന്താ, ഇത് എന്തെങ്കിലും എന്താണ് ചെറിയ രീതിയിൽ മൈനസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്ലസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വലിയത്. അത് അതിന്റെ അർത്ഥം പവറുകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രൈം നമ്പേഴ്സ്, സ്ക്വയറുകള്, ക്യൂബുകൾ ഇതൊക്കെ കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഒരു 1 തൊട്ട് 10 വരെയുള്ള സ്ക്വയറുകൾ, ക്യൂബുകളെല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതിന്റെ അടുത്ത് എവിടെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതായത് പവേഴ്സ് എന്ന് പറയും. അതായത് സ്ക്വയർ എടുക്കുന്നതോ ക്യൂബ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും വരുന്നത്. ക്യൂബുകൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 60,
4, 5 ക്യൂബ് 125, 6 ക്യൂബ് 216. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ക്യൂബുകളുടെ ഒക്കെ ഒരു അടുത്തായിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന ഇത്രേ ഉള്ളൂ. ഇത് 1 ക്യൂബ് പ്ലസ് 1, അടുത്തത് 2 ക്യൂബ് പ്ലസ് 2, അടുത്തത് 3 ക്യൂബ് പ്ലസ് 3 അല്ലെ, അടുത്തത് 4 ക്യൂബ് പ്ലസ് 4, അടുത്തത് 5 ക്യൂബ് പ്ലസ് 5. അപ്പൊ അടുത്ത എന്തായിരിക്കും? 6 ക്യൂബിന്റെ കൂടെ 6 ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തോരും? 216 പ്ലസ് 6 എന്താണ്? 222. ഓക്കെ, ഞാൻ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. ആൻസർ എന്താണ്? 222. നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ക്യൂബുകൾ എടുക്കുന്നത്, സ്ക്വയറുകൾ, അതേപോലെ പ്രൈം നമ്പേഴ്സ്. ചിലതിപ്പോ നമ്മൾ ഡിഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് പ്രൈം നമ്പേഴ്സിന്റെ പാറ്റേണിലായിരിക്കും അവിടെ പോയേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് ഇത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്